എല്ലാവർക്കും കോം പോയിന്റ് ലേൺ കൊമേഴ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെയും പറ്റിയാണ് പഠിച്ചത്. നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റ്. അതിനു മുൻപായി ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും എന്താണെന്ന് പഠിച്ച ഒരാൾക്ക് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനും ഈസിയാണ്. നിങ്ങളും പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾക്കും ഇത് ഈസിയാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. റിയൽ അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആണ്. എന്താണ് റിയൽ അക്കൗണ്ട്? ഇതൊക്കെ നിങ്ങൾ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് റിയൽ അക്കൗണ്ടിന്റെ റൂൾ? ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. കേട്ടിട്ടുണ്ടോ? എന്താണ്? നമുക്ക് കിട്ടുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലേ? അതാണ് റിയൽ അക്കൗണ്ട്. നെക്സ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്. ഇതെന്താ? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇതിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് എന്താ? എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് നോമിനൽ അക്കൗണ്ട്. അടുത്ത ഡിഫറൻസ്, സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഫസ്റ്റ് ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നൊരു ഡിഫറൻസ് ആണത്. സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ റെസിപ്റ്റ് എല്ലാം, കിട്ടുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, പോകുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. അവിടെ ക്യാഷ് ഐറ്റംസ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ്? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട് സിമിലർ ആണ്. ദെൻ റെക്കോർഡ്സ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നാച്ചർ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ബോത്ത് ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ അവിടെ ഓൺലി റവന്യൂ ഐറ്റംസിന് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഐറ്റംസ് റിലേറ്റ് ടു ദി കറന്റ്, പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് പീരീഡ്സ്. ഈ വർഷം കിട്ടിയതും അതുപോലെ കഴിഞ്ഞ വർഷം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും, ഇനി വരാൻ പോണ വർഷം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയതോ കൊടുത്തതോ ഉണ്ടെങ്കിൽ അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോക്കൂ. ഐറ്റംസ് റിലേറ്റ് ഓൺലി ടു ദ കറന്റ് പീരീഡ്. കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് മാത്രമാണ് ഇവിടെ എടുക്കുന്നുള്ളൂ. ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് നോൺ ക്യാഷ് ഐറ്റംസ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നോൺ ക്യാഷ് ഐറ്റംസിനെ എടുക്കില്ല. അതായത് ഡിപ്രീസിയേഷൻ പോലുള്ള നോൺ ക്യാഷ് ഐറ്റംസിനെ ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ നോൺ ക്യാഷ് ഐറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഓപ്പണിംഗ് ബാലൻസ് റെപ്രസെന്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ് അറ്റ് ദ ബിഗിനിങ്. ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആവാം, അതും അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ദർ ഈസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ക്ലോസിംഗ് ബാലൻസ് റെപ്രസെന്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് ബാലൻസ് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ബാലൻസ് റെപ്രസെന്റ്സ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും ക്ലോസിംഗ് ബാലൻസ്. സർപ്ലസ് എന്തായിരുന്നു? എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഡെഫിസിറ്റ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ്. ഇനി ഒന്നുകൂടി കൂടുതലായി ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസ് ഒന്ന് പോയിട്ട് കാണുക. ഇനി അടുത്തതായിട്ട് 2-4 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ടൊന്ന് ഇത് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആവും. എന്നിട്ട് അതൊന്ന് പഠിക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ഇക്വാലന്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ബുക്ക്, ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ആൻസർ നിങ്ങൾ ഒപ്പം ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. ഏതാണ്? ബി, ക്യാഷ് ബുക്ക്. സെക്കൻഡ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോസ് സർപ്ലസ്, ഡെഫിസിറ്റ്, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ്. സി, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. Receipts and payments account shows
cash receipts and payments, income and expenses, assets and liabilities, all of these. ഏതാണ്? cash receipts and payments. Then write any 4 difference between income and expenditure account and receipt and payment account. അതിപ്പോൾ പഠിച്ചേ ഉള്ളൂ. അപ്പോൾ ഇതും ഈസിയാണ്. Which of the following is not prepared by a non-profit organization? Income and expenditure account, profit and loss account, receipts and payments account, balance sheet. ഇവിടെ ശ്രദ്ധിക്കണം, നോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ലാഭേച്ഛ ഇല്ലാത്ത സ്ഥാപനം തയ്യാറാക്കാത്തത് ഏത്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യാത്തത് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.